ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിക് സിസ്റ്റം ഡിസൈൻ ബൈ നീനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിങ്ക്രണസ് കൗണ്ടേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ ഒരു സിങ്ക്രണസ് കൗണ്ടർ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അതിൻ്റെ ഡിസൈനിങ് പ്രൊസീജിയേഴ്സാണ് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളായിട്ടൊരു 2-bit സിങ്ക്രണസ് അപ്പ് കൗണ്ടറിൻ്റെ ഡിസൈനിങ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി അസിങ്ക്രണസ് കൗണ്ടേഴ്സ് കണ്ടതായിരുന്നു അല്ലേ. അസിങ്ക്രണസ് കൗണ്ടേഴ്സും സിങ്ക്രണസ് കൗണ്ടേഴ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു? ഇൻ ദ കേസ് ഓഫ് അസിങ്ക്രണസ് കൗണ്ടർ, ആസ് ദ നെയിം ഇംപ്ലൈസ്, ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ നോട്ട് ഗെറ്റ് ദ ക്ലോക്ക് സിങ്ക്രണസ്ലി. അതായത് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ആ സിങ്ക്രണസ് കൗണ്ടറിനകത്തെ ഫ്ലിപ്പ് ഫ്ലോപ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ നമ്മൾ ഡയറക്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സിന് ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും അതിൻ്റെ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് വിൽ ബി ഐദർ ക്യൂ ഓർ ക്യൂ ബാർ. ഓക്കെ, ക്യൂ ഓർ ക്യൂ ബാർ എന്ന് പറഞ്ഞാൽ രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് അസിങ്ക്രണസ് കൗണ്ടേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ദെൻ സിങ്ക്രണസ് കൗണ്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി വിൽ അപ്ലൈ ദ ക്ലോക്ക് സിങ്ക്രണസ്ലി ടു ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അതായത് സിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ കേസിൽ വി ക്യാൻ സീ ദാറ്റ് വി വിൽ അപ്ലൈ ദ ക്ലോക്ക് സിങ്ക്രണസ്ലി ടു ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. അതായത് ഒരു സിംഗിൾ ക്ലോക്ക് സിഗ്നൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു സെയിം ക്ലോക്ക് സിഗ്നൽ തന്നെയായിരിക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ക്ലോക്ക് ഇൻപുട്ടിലും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദറ്റ് ഈസ് അബൌട്ട് ദ സിങ്ക്രണസ് കൗണ്ടർ. ഓക്കെ, ദെൻ അസിങ്ക്രണസ് കൗണ്ടേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫാസ്റ്റ് because all the flip-flops are getting the clock simultaneously and the operation will be fast. അസിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സിന് അതിൻ്റെ ക്ലോക്ക് ഇൻപുട്ട് അവൈലബിൾ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു റിപ്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി സ്ലോവർ കമ്പയർ ടു ദ സിങ്ക്രണസ് കൗണ്ടർ. അതുപോലെ തന്നെ അസിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി സിമ്പിൾ ടു ഡിസൈൻ. But in the case of a synchronous counter, there are some designing steps to follow. Okay, നമുക്ക് ആ ഡിസൈനിങ് സ്റ്റെപ്സ് ആദ്യം കാണാം. These are the steps that we have to follow during the designing of a synchronous counter. Okay, നമ്മൾ synchronous counters-ന്റെ designing എന്ന് പറയുന്നത് it was very simple. We have to just connect the output of a particular flip-flop as the clock input of next flip-flop. അല്ലേ, asynchronous counters-ന്റെ ഡിസൈനിങ്ങിൽ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഐദർ അപ്പ് കൗണ്ടർ ഓർ ഡൗൺ കൗണ്ടർ ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ആസ് ദ ക്ലോക്ക് ഇൻപുട്ട് ഈസ് ഇൻ ഇറ്റ്. ദെൻ നമുക്കൊരു ട്രങ്കേറ്റഡ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻഡ് മോഡ്ലെസ് കൗണ്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിനകത്തൊരു എക്സ്ട്രാ ഒരു ഡിസൈനിങ് വേണ്ടി വന്നിരുന്നത് അല്ലേ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ സിങ്ക്രണസ് കൗണ്ടർ വി ഹാവ് ടു ഫോളോ ദീസ് സ്റ്റെപ്സ് ഫോർ ദ ഡിസൈനിങ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് ഡിസൈനിങ് സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് വി ഹാവ് ടു ഡിസൈഡ് ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എത്ര വേണമെന്നാണ് ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ബിറ്റ് that included in the count. Okay, that is, if we want to design a 3-bit counter, the number of a flip-flop equal to 3. We need 3 flip-flops. That is, the number of a flip-flop will be equal to the number of bits that we have to count. Okay, ആ ഒരു കൗണ്ടിങ് സീക്വൻസിൽ എത്ര ബിറ്റിൻ്റെ കൗണ്ട്സ് ആണ് വരുന്നത്? ആ ഒരു നമ്പർ ഓഫ് ബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വരുന്നത്. 2 ബിറ്റിൻ്റെ കൗണ്ട്സ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും വേണ്ടി വരുന്നുണ്ടായിരിക്കുക. 4 ബിറ്റിൻ്റെ കൗണ്ട്, അതായത് 0000 എന്നുള്ള 4 ബിറ്റിൻ്റെ കൗണ്ട്സ് ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും വേണ്ടി വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസൈഡ് വിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് വി ഹാവ് ടു ചൂസ്. ഓക്കെ, അതായത് നെക്സ്റ്റ് നമുക്ക് ഏതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാം. വി ക്യാൻ ചൂസ് ഐദർ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഓർ ഈവൻ വി ക്യാൻ യൂസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് ദ സെലക്റ്റഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ചൂസ് ചെയ്യാണ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഞാൻ അവിടെ എഴുതേണ്ടത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിളാണ്. എക്സൈറ്റേഷൻ ടേബിൾ എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട്സ് ഉള്ളവരെല്ലാം എക്സൈറ്റേഷൻ ടേബിളിൻ്റെ വീഡിയോ ഒന്നുകൂടെ റെഫർ ചെയ്യുക. ഓക്കെ, excitation table is a tabular representation which give us an idea about what excitation we should apply at the inputs of the flip-flops to change its state from a particular state Qn to നെക്സ്റ്റ് സ്റ്റേറ്റ് Qn+1. അതായത് എക്സൈറ്റേഷൻ ടേബിളിനകത്ത് എൻട്രീസ് എന്ന് പറയുന്നത്, ഇൻപുട്ട് എൻട്രീസ് എന്ന് പറയുന്നത് Qn ആൻഡ് Qn+1 ആയിരിക്കും. പ്രീവിയസ് ഔട്ട്പുട്ട് ആൻഡ് നെക്സ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും എക്സൈറ്റേഷൻ ടേബിളിൽ ഇൻപുട്ട് എൻട്രീസ് ആയിട്ട് വരുന്നത്. അതായത് ഇവിടെ ഒരു പോസിബിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആയിരിക്കും നമ്മൾ എഴുതുന്നുണ്ടായിരിക്കും. അതായത് Qn 0 ആണ്, Qn+1 1 ആണെങ്കിൽ 0യിൽ നിന്ന് 1 ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് എക്സൈറ്റേഷൻ കൊടുക്കേണ്ടത്? എക്സൈറ്റേഷൻ മീൻസ് ഇൻപുട്ട്. ഓക്കെ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ J ആൻഡ് K ആയിരിക്കും അതിൻ്റെ ഇൻപുട്സ് വരുന്നുണ്ടായിരിക്കുക. ഈ
ഒരു സ്റ്റേറ്റ് ചേഞ്ച് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്താണ് ഇൻപുട്ട് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ടേബിളാണ് എക്സൈറ്റേഷൻ ടേബിൾ എന്നാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിൾ എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ സ്റ്റേറ്റ് ഡയഗ്രാം. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഡയഗ്രാം? സ്റ്റേറ്റ് ഡയഗ്രാം ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ദ കൗണ്ടർ വിൽ പാസ്. ഓക്കെ, അതായത് ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ കൗണ്ട് എ സീക്വൻസ്, ഇസ്ന്റ് ഇറ്റ്? ദെൻ ഒരു 2-bit കൗണ്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ കൗണ്ട് 0 0 0 1 1 0 1 1. 2-bit അപ്പ് കൗണ്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണ് അല്ലേ. ഈ ഒരു സ്റ്റേറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ സ്റ്റേറ്റ് ഡയഗ്രാം. ഇൻ ദ ഫോർത്ത് സ്റ്റെപ്പ് വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു ദ സർക്യൂട്ട്. അതായത് നമ്മൾ ഏത് സർക്യൂട്ടാണോ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സൈറ്റേഷൻ ടേബിൾ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എക്സൈറ്റേഷൻ ടേബിളിൽ എന്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക? എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻപുട്ട് എൻട്രീസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടും നെക്സ്റ്റ് ഔട്ട്പുട്ടാണ് അല്ലേ. ദെൻ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു 2-bit കൗണ്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് 2 ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, Q1 Q2 എന്ന് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യണം. ഓക്കെ, Q1 Q2ൻ്റെ പ്രീവിയസ് വാല്യൂ എന്താണ്, നെക്സ്റ്റ് വാല്യൂ എന്താണ്? Q1 Q2ൻ്റെ നെക്സ്റ്റ് വാല്യൂ. ഓക്കെ, ഇത് പ്രീവിയസ് വാല്യൂവിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇത് നെക്സ്റ്റ് വാല്യൂ എന്താണ്? ഓക്കെ, ദെൻ ഈ ഒരു ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് Q1 Q2 ഈസ് ഈക്വൽ ടു 0 0 ആണെന്ന് അസ്യൂം ചെയ്യാം. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് 0 1 ആണ് എങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ദെൻ ഈ ഒരു Q1 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്സും Q2 എന്നുള്ളൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്സും നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വഴിക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ യൂസിങ് കെ മാപ്പ്. അതായത് from this excitation table we will get an idea about the excitations or input terminals. ഇൻപുട്ട് ടെർമിനൽസിൽ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യണം? നമ്മൾ ആദ്യം ഫ്ലിപ്പ് ഫ്ലോപ്പ് ചൂസ് ചെയ്തു. ഞാനൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് J ആൻഡ് K എന്നുള്ള ഇൻപുട്സ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓരോ സ്റ്റേറ്റ് ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഞാൻ Jയിലും Kയിലും അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ ഒരു സർക്യൂട്ടിൻ്റെ എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ദെൻ ആ ഒരു J ആൻഡ് K വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിംപ്ലിഫൈഡ് എക്സ്പ്രഷനാണ് നെക്സ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. വി ക്യാൻ യൂസ് K മാപ്പ് ഫോർ ഗെറ്റിംഗ് ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ. ഓക്കെ, ദെൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ വി ക്യാൻ ഡ്രോ ദ ലോജിക് ഡയഗ്രാം കറസ്പോണ്ടിങ് ടു ദ counter. Okay, these are the different steps that we have to follow during the designing of a synchronous counter. നമുക്കൊരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഈ ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ കൂടെ പോവാം. ഓക്കെ, now let's see the designing of a 2-bit synchronous up counter. As per the designing procedure, first we have to determine the number of flip-flops. Okay, first step is that we have to determine the number of flip-flops. That is, we know that the number of flip-flops should be equal to the number of bits. അതായത് ഈ ഒരു സിങ്ക്രണസ് അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത് ഒരു 2-bit സിങ്ക്രണസ് അപ്പ് കൗണ്ടറാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് 2 ബിറ്റ് ആയിരിക്കും ഓരോ സ്റ്റേറ്റ്സിനകത്തും വരുന്നുണ്ടായിരിക്കും അല്ലേ. ദെൻ 2 ബിറ്റിൻ്റെ സിങ്ക്രണസ് അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഷുഡ് ബി ഈക്വൽ ടു ദ number of bits. Okay, then we should use 2 flip-flops. Okay, also I have to choose which flip-flop I have to select. Okay, then JK flip-flop ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. We can use either T flip-flop or D flip-flop. Okay, then next stepൽ we have to determine the excitation table of സെലക്റ്റഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിളാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. എക്സൈറ്റേഷൻ ടേബിൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു എക്സൈറ്റേഷൻ ടേബിളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ എക്സൈറ്റേഷൻ ടേബിൾ എന്നുള്ളൊരു വീഡിയോ കാണാം കേട്ടോ. ദെൻ ഈ ഒരു എക്സൈറ്റേഷൻ ടേബിളിനകത്ത് ഇൻപുട്ട് എൻട്രീസ് ആയിട്ട് വരുന്നത് QN+1. ദെൻ ഔട്ട്പുട്ട് എൻട്രീസ് ആയിട്ട് വരുന്നത് വാട്ട് എക്സൈറ്റേഷൻ വി ഷുഡ് അപ്ലൈ, അതാണ് ഔട്ട്പുട്ട് എൻട്രീസ് ആയിട്ട് വരുന്നത്. അതായത് J ആൻഡ് K ആയിരിക്കും ഈ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഔട്ട്പുട്ട് എൻട്രീസ് വരുന്നത്. ദെൻ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത്? 0യിൽ നിന്ന് 0യിലേക്ക്, 0 to 1, 1 to 0, ദെൻ 1 to 1. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത്. QN എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. QN+1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഔട്ട്പുട്ടിനെയാണ്. ഓക്കെ, ദെൻ 0 to 0 ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് എന്താണ് J ആൻഡ് K എന്നുള്ള 2 ഇൻപുട്സിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് എക്സൈറ്റേഷൻ ടേബിളിൽ വരുന്നത്. ഓക്കെ, ദെൻ 0 to 0 ഒരു ട്രാൻസിഷൻ വരണമെങ്കിൽ ഐദർ ഐ ക്യാൻ അപ്ലൈ 0 0 ഓർ ഐ ക്യാൻ അപ്ലൈ 0 1. ഓക്കെ, ദെൻ
j is equal to 0 and k can be either 0 or 1, then this combination can be represented as 0 don't care. ഓക്കെ, അതായത് 0യിൽ നിന്ന് 0യിലേക്ക് ഒരു ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ j ആൻഡ് kയിൽ അപ്ലൈ ചെയ്യേണ്ടത് 0 don't care ആണ്. j should be 0, k may be either 0 or 1. ഓക്കെ, then 0 to 1 എന്നൊരു ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് ജെ ആൻഡ് കെ എന്നുള്ള ഇൻപുട്സിൽ ഞാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? 0 to 1 എന്നുള്ളൊരു ട്രാൻസിഷൻ ആണെങ്കിൽ ടോഗ്ലിംഗ് വരാം. അതായത് ജെ ആൻഡ് കെ എന്ന് പറയുന്ന രണ്ട് ഇൻപുട്സ് 1 1 ആവാം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി 1 0. ഓക്കെ, ദെൻ ജെ കെ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ജെ ഈസ് ഈക്വൽ ടു 1, കെ ഈസ് ഈക്വൽ ടു either 0 or 1. സോ ദിസ് കോമ്പിനേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1 don't care. ഓക്കെ, 0 to 1 എന്നൊരു ട്രാൻസിഷൻ വരണമെങ്കിൽ ജെ കെ ഇൻപുട്സിനകത്ത് വി ഹാവ് ടു അപ്ലൈ 1 don't care. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോസിബിൾ സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് 1 to 0 ആണ്. 1 എന്നൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ 0യിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് either I can apply 0 1 or I should apply 1 1. ഓക്കെ, ടോഗ്ലിംഗ് ആവാം, അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റീസെറ്റ് ചെയ്യാം. ഓക്കെ, ആ രണ്ട് കണ്ടീഷൻസ് ആണ്. ദെൻ ജെ ക്യാൻ ബി either 0 or 1, k should be 1. ഓക്കെ, ദെൻ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക? ഡോണ്ട് കെയർ 1 എന്നാണ് ഈ ഒരു കറസ്പോണ്ടിങ് കോമ്പിനേഷനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡോണ്ട് കെയർ 1. ദെൻ നെക്സ്റ്റ് 1 to 1, 1 എന്നുള്ളൊരു സ്റ്റേറ്റിലുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ വീണ്ടും 1 എന്നുള്ളൊരു സ്റ്റേറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം. ദെൻ either jk can be 0 0 or we can set the flip flop, that is 1 0. Okay, then j may be either 0 or 1, k should be 0. Then don't care 0 should be the corresponding inputs. Okay, don't care 0. Okay, this is the excitation table of jk flip flop. We have already discussed this excitation table in the video excitation table. Okay, then ഈ ഒരു എക്സൈറ്റേഷൻ ടേബിളിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഐ ഹാവ് ടു ഒബ്റ്റെയിൻ ദ സ്റ്റേറ്റ് ഡയഗ്രാം ഓഫ് ദ കറസ്പോണ്ടിങ് counter. Okay, state diagram is a diagrammatic representation of the states through which the counter will pass. അതായത് ഈ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം സം സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് വിൽ പാസ് ത്രൂ എ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ആ ഒരു സ്റ്റേറ്റ്സിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് വരുന്നുണ്ടായിരിക്കുക. സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എത്ര സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും എന്നാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ആദ്യം ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിൽ ബി ഈക്വൽ ടു, യു നോ ദാറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് ഈക്വൽ ടു 2 raised to n such that n is equal to number of bits. Here the number of bit is equal to 2. 2 ബിറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 2 raised to 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 4. 4 സ്റ്റേറ്റ് ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ അപ്പ് കൗണ്ടറിന് ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഹയസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ദ സ്റ്റേറ്റ് എന്തായിരിക്കും? മാക്സിമം വാല്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 raised to n minus 1. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 2 minus 1. ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് 4 സ്റ്റേറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനകത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ദെൻ an up counter, so states will be 0 to 3. Okay, the different states will be 0 to 3 and there will be 4 states. ദെൻ ഈ ഒരു സിങ്ക്രണസ് അപ്പ് കൗണ്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഡയഗ്രാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. ദർ വിൽ ബി 4 സ്റ്റേറ്റ്സ്. ഓക്കെ, 1 2 3 4 states. The states will be 0 to 3, that is 0 0 0 1 1 0 1 1. ഓക്കെ, 0 മുതൽ 3 വരയ്ക്കായിരിക്കും സ്റ്റേറ്റ്സ് വരുന്നുണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്സ് ആണ് ഇവിടെ റെപ്രസെൻ്റ് ആയിട്ടുള്ളത്. 0 1 2 3. Okay, then it is an up counter, so the count sequence will be like this: 0 0 2 0 1. Next it will become 1 0. Then the next state is 1 1. After that, this is the maximum value. Then after this count, it will go to the initial count 0 0. Okay, this is the state diagram corresponding to the 2-bit synchronous up counter. Okay, then ഇവിടെ നമ്മൾ 0 0 0 1 1 0 1 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതെന്ന് പറയുന്നത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ആ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്സിലായിരിക്കും നമുക്ക് ഈ സ്റ്റേറ്റ്സ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, 2 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ Q1 Q2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ Q1 Q2 വിൽ ബി 0 0 0 1 1 0 ആൻഡ് 1 1. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്സിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം. Next, we have to obtain the excitation table corresponding to this circuit. അതായത് ഈ ഒരു 2-bit അപ്പ് കൗണ്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിൾ ആണ് നെക്സ്റ്റ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നമുക്കറിയാം എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇൻപുട്ട് എൻട്രീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചേഞ്ചസ് ആയിരിക്കും വരുന്നത് അല്ലേ. ഔട്ട്പുട്ട്സിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചസ് ആയിരിക്കും നമ്മൾ ഇൻപുട്ട് എൻട്രീസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓരോ സ്റ്റേറ്റ് ചേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട്
എന്താണ് സർക്യൂട്ടിൻ്റെ ഇൻപുട്സിൽ അപ്ലൈ ചെയ്യേണ്ടത് അതായിരിക്കും ഔട്ട്പുട്ട് എൻട്രീസ് ആയിട്ട് വരുന്നുണ്ടാവും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വി ആർ ഗോയിങ് ടു ഒബ്റ്റെയിൻ ദ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, in the fourth step we will obtain the excitation table for the circuit. Okay, then if we are considering the circuit there will be two outputs. നമുക്കറിയാം ഇതൊരു 2 ബിറ്റിൻ്റെ സിങ്ക്രണസ് സബ് കൗണ്ടറാണ്. നമ്മളതിനകത്ത് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് വി വിൽ അപ്ലൈ ദ സെയിം ക്ലോക്ക് ടു ബോത്ത് ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. Then there will be two outputs Q1 and Q2. We know that at Q1 and Q2 we will obtain these states. Okay, then ഈ ഒരു സ്റ്റേറ്റ്സ് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഈ J ആൻഡ് K എന്ന് പറയുന്ന 2 ഇൻപുട്സിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? J1 ആൻഡ് K1, J2 ആൻഡ് K2. ഈ ഇൻപുട്ട് ടെർമിനൽസിൽ ഞാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് ടു ഒബ്റ്റെയിൻ ദീസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്സ്? ഓക്കെ, അതാണ് നമ്മളിവിടെ ഒരു എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു എക്സൈറ്റേഷൻ ടേബിളിൻ്റെ ഇൻപുട്ട് എൻട്രീസ് ആയി വരുന്നത് ഈ 2 ഔട്ട്പുട്ട്സിൻ്റെയും സ്റ്റേറ്റ് ചേഞ്ചസ് ആണ്. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q1 ആൻഡ് Q2 ആണ് അല്ലേ. ദെൻ ഫസ്റ്റ് കോളത്തിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഈ 2 ഔട്ട്പുട്ട്സിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോളത്തിനകത്ത് വരുന്നത് ഈ 2 ഔട്ട്പുട്ടും നെക്സ്റ്റ് സ്റ്റേറ്റിൽ അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, Q1 ആൻഡ് Q2 നെക്സ്റ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ ദ പോസിബിൾ സ്റ്റേറ്റ്സ് ആർ 0 0 0 1 1 0 1 1. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ സർക്യൂട്ടിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 0 ആണ്. നെക്സ്റ്റ് എനിക്ക് വേണ്ട സ്റ്റേറ്റ് എന്താണ്? 0 1 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓർ പ്രീവിയസ് സ്റ്റേറ്റ്. ദെൻ നെക്സ്റ്റ് റിക്വയർഡ് സ്റ്റേറ്റ് ഈസ് 0 1. ഫ്രം ദ സ്റ്റേറ്റ് ഡയഗ്രാം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് whenever the state is equal to 0 0 the next state should be 0 1. ഓക്കെ, ദെൻ 0 1 ആണ് ഇപ്പോഴും എൻ്റെ പ്രീവിയസ് ഔട്ട്പുട്ട് എങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 0 ആയിരിക്കണം. ഓക്കെ, 0 1ൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 0 ആയിരിക്കണം. ദെൻ 1 0 ആണ് എൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എങ്കിൽ ആ ഒരു 1 0ൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 1 ആയിരിക്കണം. ഓക്കെ, ദെൻ 1 1 ആണ് ഈ ഒരു പ്രസൻറ്റ് ഔട്ട്പുട്ട് എങ്കിൽ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 0 ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഇൻപുട്ട് എൻട്രീസ് ആയിട്ട് വരുന്നത്. ഈ ഒരു സർക്യൂട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിളിൻ്റെ ഇൻപുട്ട് എൻട്രീസ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് കോളത്തിനകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡിറ്റർമിൻ ദ റിക്വയർഡ് J ആൻഡ് K ഇൻപുട്ട് വാല്യൂസ് ടു ഒബ്റ്റെയിൻ സച്ച് ട്രാൻസിഷൻസ്. ഓക്കെ, ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ Q1 ഈസ് ചേഞ്ചിങ് ഫ്രം എ പെർട്ടിക്കുലർ വാല്യൂ ടു നെക്സ്റ്റ് വാല്യൂ. Q2 is also changing from a value to next value. Okay, then Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ 2 ഇൻപുട്ട്സ് ആയിരിക്കും. ഓക്കെ, ദെൻ Q1 എന്ന് പറയുന്നത് ഷുഡ് ബി ചേഞ്ച് ഫ്രം 0 to 0 ഡിപ്പെൻഡിങ് ഓൺ J1 ആൻഡ് K1. വി ഹാവ് ടു ഡിറ്റർമിൻ ദീസ് J ആൻഡ് K ഇൻപുട്ട്സ്. ഓക്കെ, നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ J ആൻഡ് K ഇൻപുട്ട് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. Okay, we have to also obtain the J2 and K2 value to get a state change of Q2. Previously Q2 is 0, then it will be 1. Okay, അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള Q1ൻ്റെ സ്റ്റേറ്റ് ചേഞ്ചസും Q2ൻ്റെ സ്റ്റേറ്റ് ചേഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു എക്സൈറ്റേഷൻ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോ പോസിബിൾ സ്റ്റേറ്റ് ചേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ here you can see that Q1 is equal to 0. Here also Q1 is equal to 0. അതായത് Q1 എന്ന് പറയുന്നത് 0 to 0. നമുക്കറിയാം ഈ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മളിവിടെ ഇത് ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, Q1 is equal to 0. Next instant Q1 is also 0. Then Q1 is retaining at 0. Then 0 to 0 എന്നുള്ളൊരു സ്റ്റേറ്റ് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് J ആൻഡ് K എന്നുള്ള ഇൻപുട്ട്സിൽ ഞാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? 0 ഡോണ്ട് കെയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഹിയർ Q1ന് കറസ്പോണ്ടിങ് ആയിട്ട് J1 ആൻഡ് K1 ആണ് വരുന്നുണ്ടായിരിക്കുക. ദെൻ J1 ആൻഡ് K1 ഷുഡ് ബി ഈക്വൽ ടു 0 ഡോണ്ട് കെയർ. ദെൻ Q2ൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ചേഞ്ച് വരുന്നത്? Q2 വാസ് 0. നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ Q2 എന്നുള്ളത് 1 ആവാണ് ചെയ്യുന്നത്. 0 to 1 എന്നൊരു ട്രാൻസിഷനാണ് അവിടെ വരുന്നത്. 0 to 1 എന്നൊരു സ്റ്റേറ്റ് ചേഞ്ച് വരണമെങ്കിൽ JK ഷുഡ് ബി 1 ഡോണ്ട് കെയർ. ഓക്കെ, Q2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഡോണ്ട് കെയർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം.
നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് Q1 ഈസ് 0, നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് 1. Q1 ഈസ് ചേഞ്ചിങ് ഫ്രം 0 to 1. 0 to 1 എന്നൊരു ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് JK ഷുഡ് ബി 1 ഡോൺ കെയർ. ഓക്കെ, 1 ഡോൺ കെയർ. ദെൻ Q2 നോക്കുക, Q2 ഈസ് ഈക്വൽ ടു 1, ദെൻ Q2 ഈസ് 0. 1 to 0 എന്നൊരു ട്രാൻസിഷനാണ് വേണ്ടത്. 1 to 0 എന്നൊരു ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് JK ഷുഡ് ബി ഡോൺ കെയർ 1. ഓക്കെ, ഡോൺ കെയർ 1. Then the next state change, Q1 is 1, then next value of Q1 is also 1. That is Q1 is retaining at 1. Okay, 1 to 1 എന്നൊരു ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് we have to apply ഡോൺ കെയർ 0 at the JK inputs. ഡോൺ കെയർ 0. Okay, corresponding to Q1 we have to fill up this J1 K1. Corresponding to state change in the Q2 we have to fill up this J2 K2. Okay, then here Q2 is 0, next instant Q2 എന്ന് പറയുന്നത് 1 ആവാണ് ചെയ്യുന്നത്. അതായത് 0 to 1 എന്നൊരു ട്രാൻസിഷൻ ആണ് അവിടെ വരുന്നത്. 0 to 1 എന്നൊരു ട്രാൻസിഷൻ വരുന്ന സമയത്ത് JK is equal to 1 ഡോൺ കെയർ. ഓക്കെ, 1 ഡോൺ കെയർ. നെക്സ്റ്റ് നോക്കുക, previously Q1 was 1, then at the next instant Q1 becomes 0. ഓക്കെ, 1 to 0 എന്നൊരു ട്രാൻസിഷനാണ് വരുന്നത്. 1 to 0 ട്രാൻസിഷൻ വരണമെങ്കിൽ JK എന്ന് പറയുന്നത് ഡോൺ കെയർ 1 ആണ് വരുന്നത്. ഓക്കെ, ഡോൺ കെയർ 1. ദെൻ 1 to 0 എന്നൊരു ട്രാൻസിഷനാണ്, അഗെയിൻ ഡോൺ കെയർ 1 ആണ് വരുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് ഒബ്റ്റെയിൻഡ് ദ J ആൻഡ് K വാല്യൂസ് കറസ്പോണ്ടിങ് ടു ദ സ്റ്റേറ്റ് ചേഞ്ചസ്. അതായത് ഈ ഒരു ഫസ്റ്റ് കോളത്തിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? Q1 Q2ൻ്റെ സ്റ്റേറ്റ്സ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. Q1 Q2 എന്ന് പറയുന്നത് അതായത് 0 0 0 1 1 0 1 1. ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ ഈ രണ്ട് ഔട്ട്പുട്ട്സ് നിൽക്കുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് 0 0യിലാണ് ഈ ഒരു സർക്യൂട്ട് നിൽക്കുന്നതെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 0 1 എന്നൊരു സ്റ്റേറ്റ് ആയിരിക്കും. 0 1 എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് ഈ ഒരു സർക്യൂട്ട് നിൽക്കുന്നതെങ്കിൽ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് 1 0 ആണ്. അതായത് 0 എന്നുള്ളൊരു സ്റ്റേറ്റിലുള്ള കൗണ്ടർ 1ലോട്ട് പോയി, 1ലുള്ളൊരു കൗണ്ടർ 2ലേക്ക് പോയി, 2ലുള്ളൊരു കൗണ്ടർ 3ലേക്ക് പോകുന്നു, 3ലുള്ളൊരു കൗണ്ടർ വീണ്ടും 0ലേക്ക് പോകുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചസ് വരുന്നത്. പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ചസ് ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഔട്ട്പുട്ടിൻ്റെയും സ്റ്റേറ്റ് ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് J ആൻഡ് K ഇൻപുട്ട്സ് എന്താണ് വേണ്ടതെന്നാണ് നമ്മളിവിടെ ഫിൽ ചെയ്തിട്ടുള്ളത് യൂസിങ് ദിസ് എക്സൈറ്റേഷൻ ടേബിൾ. ഓക്കെ, ദെൻ Q2വിനകത്ത് സ്റ്റേറ്റ് ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് J2 K2 എന്നുള്ള രണ്ട് ഇൻപുട്ട്സ് എന്താണ് വേണ്ടതെന്നാണ് നമ്മളിവിടെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഫോർ ഓൾ ദീസ് ഇൻപുട്ട്സ്. ഇതിനകത്ത് നമുക്ക് 4 ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ വാല്യൂസാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ സ്റ്റേറ്റ് ചേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ വാല്യൂസാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി കണ്ടു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഇൻപുട്ട് ടെർമിനലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, we can obtain the simplified expression corresponding to J1 K1, J2 K2 by using the K-maps. Okay, K-map യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എന്താണ് വരാമെന്ന് നോക്കാം. ഓക്കെ, J1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള K-map നമുക്ക് നോക്കാം. Here we have to use two variable K-map because the K-map entries will be corresponding to this state. If I am representing the next state as Q1 star and Q2 star, we have to note that the K-map should be corresponding to these previous outputs. Okay, ഈ ഒരു കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇൻപുട്ട് എൻട്രീസ് K-മാപ്പിലെ എൻട്രീസ് ഫില്ല് ചെയ്യേണ്ടത്. ദെൻ J1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2 വേരിയബിൾ K-map ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 2 വേരിയബിൾ K-മാപ്പിനകത്ത് ടോട്ടലി 4 സെൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. Q1 Q2 എന്നുള്ളതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ K-map ഫില്ല് ചെയ്യാൻ പോകുന്നത്. ദെൻ 0 1 0 1. ഓക്കെ, ദെൻ whenever Q1 Q2 is equal to 0 0, J1 is equal to 0. Okay, Q1 Q2 is equal to 0 0, then J1 is equal to 0. Then when Q1 Q2 is equal to 0 1, J will be 1. 0 1 വരുന്ന സമയത്ത് J 1 ആണ്. 1 0 വരുന്ന സമയത്ത് J ഡോൺ കെയർ ആണ്. ദെൻ 1 1 വരുന്ന സമയത്ത് J ഡോൺ കെയർ ആണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം. Here a group is available, then correspondingly expression will be J1 is equal to Q2. Okay, this is the expression for J1. Similarly, we can obtain the K-map for all the 3 input variables, that is K1 എന്താണെന്ന് വരാൻ നമുക്ക് നോക്കാം. ഓക്കെ, K1 ആണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2 വേരിയബിൾ K-map തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. Q1 and Q2 are the input entries, then 0 1 0 1, then K1 will be don't care for 0 0. 0 0 വരുന്ന സമയത്ത് K1 എന്ന് പറയുന്നത് ഡോൺ കെയർ ആണ്. വെൻ Q1 Q2 is equal to 0 1,
K1 is equal to don't care. Then Q1 Q2 is equal to 1 0, then K1 is equal to 0. Then when Q1 Q2 is equal to 1 1, then correspondingly K1 is equal to 1. Okay, then here also we can group like this. Then K1 is equal to Q2 itself. Okay, then next K map it is corresponding to J2. Okay, two variable K map ആണ് വരുന്നത്. J2 ന് corresponding ആയിട്ടുള്ള K map ആണ്. Q1 Q2 ആണ് input entries ആയിട്ട് വരുന്നത്. Then 0. When Q1 Q2 is equal to 0 0, J2 is equal to 1. Next J2 എന്ന് പറയുന്നത് don't care ആണ്. Next J2 എന്ന് പറയുന്നത് 1 ആണ്. Next it is don't care. Okay, here we can group like this. All the cells can be grouped together. So the expression for J2 is equal to 1. Okay, then next K2 ന് corresponding ആയിട്ടുള്ള K map നമുക്ക് നോക്കാം. K2, here Q1 Q2 0 1 0 1. Okay, here K2 is equal to don't care. Next cell K2 is equal to 1. Here don't care. Here 1. Okay, we can group these together. Then K2 is equal to 1. Okay, now we have obtained the reduced or simplified expressions corresponding to all the four inputs. That is J1 is equal to Q2, K1 is equal to Q2, J2 is equal to 1, K2 is equal to 1. നമുക്ക് simplified ആയിട്ടുള്ള expressions obtain ചെയ്തു by using the K map. Now the last step is that we have to draw the logic diagram corresponding to these simplified expressions. Okay, it's very simple. We know that there will be two flip-flops. രണ്ട് JK flip-flop ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് JK flip-flopലും സെയിം ക്ലോക്ക് തന്നെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സെയിം ക്ലോക്ക് സിഗ്നൽ തന്നെയായിരിക്കും രണ്ട് ഫ്ലിപ്പ്-ഫ്ലോപ്പിലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ JK flip-flops ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. J1 K1 is the first flip-flop inputs and Q1 is the output. Then here the input is J2 K2 and its corresponding output is Q2 and Q2 is available here. ഈ രണ്ട് ഔട്ട്പുട്ട് ടെർമിനൽസിലായിരിക്കും നമുക്ക് ഈ കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ദെൻ J1 K1 J2 K2 ഈ നാല് ഇൻപുട്സിൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. വി നോ ദാറ്റ് J1 is equal to Q2, K1 is equal to Q2. Q2 is the output of second flip-flop. Okay, J1 and K1 are equal and it is equal to Q2. So we have to connect these terminals to Q2. Okay, then next J2 is equal to 1, K2 is equal to 1. So we have to short these two terminals and we have to connect it to logic 1. Okay, this is the circuit diagram corresponding to the 2-bit synchronous up counter. Okay, in the first step we have decided the number of flip-flops. Since it is a 2-bit synchronous up counter, we have to use 2 flip-flops. We have selected 2 JK flip-flops. Okay, then we have written the excitation table corresponding to the JK flip-flop. After that we have obtained the state diagram corresponding to the counter. Here it is 2-bit up counter, so the state diagram is like that: 0 0 0 1 1 0 and 1 1. This was the state diagram corresponding to the 2-bit up counter. Okay, then after this we have obtained the excitation table corresponding to the circuit. അതായത് സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആ സർക്യൂട്ടിനകത്ത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ് ചേഞ്ചസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇൻപുട്ടിൽ വരേണ്ടതെന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ ഫ്രം ദാറ്റ് എക്സൈറ്റേഷൻ ടേബിൾ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു ഈച്ച് ഇൻപുട്ട്. We can obtain the simplified expression by using this K map. After obtaining the simplified expression, we have to draw the circuit diagram. Okay, that's all about the designing of a 2-bit synchronous up counter. Okay.